ഹലോ, ഇന്ന് തട്ടുകട സ്റ്റൈലിൽ കൊള്ളിയും ചിക്കനും മുട്ടയും കൂടി പഠിച്ചാലോ? അപ്പോൾ തട്ടുകട സ്റ്റൈലാണെങ്കിലും നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഇട്ടാ ശരിക്കും തട്ടുകടയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൊള്ളി ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് പുഴുങ്ങാൻ വയ്ക്കാം. അപ്പോൾ പുഴുങ്ങണ സമയത്ത് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആദ്യം പുഴുങ്ങാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കൊള്ളിക്ക് വേണ്ട മസാല സെറ്റ് ചെയ്യാം. അപ്പോൾ മസാല സെറ്റ് ചെയ്യാനായിട്ട് ഉരുളി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ നേരെ സവോള തട്ടി. അപ്പോൾ സവോള തട്ടി ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് കുറച്ച് വഴറ്റിയിട്ട് നമ്മൾ നേരെ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മസാലാസ് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക, കുറവ് വേണ്ടവർക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് എന്താ വേണ്ടതെന്ന്. സബോള കുറച്ചുകൂടി വഴണ്ട് വരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം സബോള വഴണ്ട് വരണ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. തക്കാളി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പരിഹരിക്കാനുള്ളതൊക്കെ പരിഹരിക്കുക. ഉപ്പ്, മുളക്, പുളി കാര്യങ്ങളൊക്കെ കൂടി വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിച്ചേക്കുക. അപ്പോൾ തക്കാളി കാര്യങ്ങളൊക്കെ വേണ്ടി വന്നപ്പോൾ നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്യാനുണ്ട്. ചിക്കൻ നമ്മൾ വേറെ ഉപ്പും മുളകൊന്നും തിരുമ്മി വെച്ചിട്ടില്ല. നേരെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടോ. അതങ്ങനെ വേവിക്കാൻ വെക്കാം. അപ്പോൾ ചിക്കൻ വേവാനൊക്കെ ചെറിയ വേണ്ടാന്നാണ് എൻ്റെ ഇത്. അപ്പോൾ നേരെ അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റായിക്കോളും. അപ്പോൾ ചിക്കൻ സെറ്റായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടോ. മുട്ട 2 മുട്ടയാണ് ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണെന്ന് അങ്ങനെ അളവുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ 2 മുട്ട എടുത്തു. അതിന് സ്ക്രാമ്പിൾ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിക്കി വറുക്കുക. സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചിക്കൻ്റെ കൂടെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടയും ചിക്കനും നല്ല കൂട്ടുകാരെ. ഈ കൂട്ടുകാരുടെ ഇടയിലേക്ക് നമുക്ക് കൊള്ളീനെ തട്ടിയിട്ടിട്ട് അവന് ഇളക്കി മറിക്കാം. അപ്പോൾ ഈ ഇളക്കി മറിച്ച് സെറ്റാക്കുന്നതിൻ്റെ അവസാന പാചകമാണ് ഈ ഉടയ്ക്കൽ എന്നുള്ള പരിപാടി. ഉടച്ച് കഴിയുമ്പോൾ സംഭവം സെറ്റായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഞാൻ പറയില്ലേ, ഉടച്ചപ്പോൾ സെറ്റായി. ഇനി നമ്മൾ അവസാനം കുരുമുളക് ക്രഷ് ചെയ്തൊക്കെ കൂടി ഇട്ട് അടിപൊളിയായിരുന്നു. നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. സെർവ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.